ഹായ് കൂട്ടുകാരെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്കിതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണേ. നമുക്ക് പരിചയമുള്ള ഒരാളിനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടി. തികച്ചും യാദൃശ്ചികമായി കണ്ടുമുട്ടി. നമ്മളെ കണ്ടപാടെ അയാളൊന്ന് ചോദിക്കുകയാണ്, ആഹാ, നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? മരിച്ചു. ഭയങ്കര തമാശ പറഞ്ഞതുപോലെയാണ് ആ പറയുന്ന ആള്. പക്ഷെ കേൾക്കുന്ന ആളിൻ്റെ മനസ്സിൻ്റെ ആ വിഷമം, ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളായിരിക്കും, മരണത്തെ ഭയമുള്ള ആളായിരിക്കും. ഇങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ? ആണോ? ഒരു വാക്കുകൊണ്ടും നമ്മൾ ആരെയും നോവിക്കരുത്, മനസ്സിലായില്ലേ? ഞാനാണെങ്കിൽ അവർക്ക് കൊടുക്കണം മറുപടി എന്തായിരിക്കും എന്നറിയാമോ? ആഹാ, നീ മുഞ്ഞെത്തിയോ? ശരി, നിന്റെ മരണം അങ്ങനെയായിരുന്നു. നമുക്കെന്തായാലും ഇവിടെയും വെച്ച് കണ്ടുമുട്ടാൻ പറ്റിയല്ലോ. ആ ചോദിക്കട്ടെ, എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? ഇതായിരിക്കും എൻ്റെ മറുപടി. ആ നെഞ്ചിലും ഒരു കൊള്ളിയാനങ്ങ് മിന്നട്ടെ. വേണ്ടേ? ചിലർക്കൊരു ഭയങ്കര തമാശയാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ശരിയല്ല. ആ ഒരു വാക്കുകൊണ്ട് പോലും നമ്മൾ ആരെയും നോവിക്കരുത്. ഹായ് കൂട്ടുകാരെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്കിതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണേ. നമുക്ക് പരിചയമുള്ള ഒരാളിനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടി. തികച്ചും യാദൃശ്ചികമായി കണ്ടുമുട്ടി. നമ്മളെ കണ്ടപാടെ അയാളൊന്ന് ചോദിക്കുകയാണ്, ആഹാ, നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? മരിച്ചു. ഭയങ്കര തമാശ പറഞ്ഞതുപോലെയാണ് ആ പറയുന്ന ആള്. പക്ഷെ കേൾക്കുന്ന ആളിൻ്റെ മനസ്സിൻ്റെ ആ വിഷമം, ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളായിരിക്കും, മരണത്തെ ഭയമുള്ള ആളായിരിക്കും. ഇങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ? ആണോ? ഒരു വാക്കുകൊണ്ടും നമ്മൾ ആരെയും നോവിക്കരുത്, മനസ്സിലായില്ലേ? ഞാനാണെങ്കിൽ അവർക്ക് കൊടുക്കണം മറുപടി എന്തായിരിക്കും എന്നറിയാമോ? ആഹാ, നീ മുഞ്ഞെത്തിയോ? ശരി, നിന്റെ മരണം അങ്ങനെയായിരുന്നു. നമുക്കെന്തായാലും ഇവിടെയും വെച്ച് കണ്ടുമുട്ടാൻ പറ്റിയല്ലോ. ആ ചോദിക്കട്ടെ, എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? ഇതായിരിക്കും എൻ്റെ മറുപടി. ആ നെഞ്ചിലും ഒരു കൊള്ളിയാനങ്ങ് മിന്നട്ടെ. വേണ്ടേ? ചിലർക്കൊരു ഭയങ്കര തമാശയാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ശരിയല്ല.